അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിൽ നടപടി ഉണ്ടായിരിക്കുകയാണ്. ഡെന്റൽ കോളേജിലെ HOD ഡോക്ടർ MK റാമിനെ പുറത്താക്കി മാനേജ്മെന്റ്. ആരോപണം നേരിടുന്ന മറ്റ് അധ്യാപകർക്കെതിരെയും നടപടിയെടുക്കും വരെ സമരം തുടരുമെന്ന് വിദ്യാർത്ഥികൾ പ്രഖ്യാപിച്ചു. ഡോക്ടർ റാമിന്റെ ക്ലിനിക്കിലേക്ക് DYFI നടത്തിയ മാർച്ചും കമ്മീഷണർ ഓഫീസിലേക്ക് യൂത്ത് ലീഗ് നടത്തിയ മാർച്ചും സംഘർഷത്തിൽ കലാശിച്ചു. അഞ്ചരക്കണ്ടി കോളേജിൽ SFI യൂണിറ്റും സ്ഥാപിച്ചു. വിവരങ്ങളുമായി നിഖിൽ അളവൂരാണ് ചേരുന്നത്. നിഖിൽ, എന്തായാലും നടപടി ഉണ്ടായിരിക്കുന്നു ഇക്കാര്യത്തിൽ എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് വലിയ തരത്തിലുള്ള പ്രതിഷേധമൊക്കെയായിരുന്നു ഉയർന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡോക്ടർ റാമിനെ പുറത്താക്കി എന്നുള്ള വിവരം വരുന്നത്. പക്ഷേ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചപ്പോൾ പറഞ്ഞത് ഇതിൽ പ്രശ്നബാധിതരായിട്ടുള്ള എല്ലാവർക്കുമെതിരെ നടപടി വേണം, അതുവരെ സമരം തുടരും എന്നുള്ളതാ. എന്തായാലും പ്രതിഷേധം ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു. പ്രതിഷേധം കൂടുതൽ ഇരമ്പുകയും ചെയ്യുന്നുണ്ട് അവിടെ നിന്നും. ഇന്നത്തെ നടപടി ഏത് രീതിയിലാണ്? സ്വാതി, ഏതായാലും ഇന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് തന്നെയാണ് ഈ വിഷയത്തിൽ അഞ്ചരക്കണ്ടി ഇന്റഗ്രേറ്റഡ് ക്യാമ്പസും ഒപ്പം തന്നെ കണ്ണൂർ ജില്ലയിലെ ഈ കണ്ണൂർ കമ്മീഷണർ ഓഫീസിന് മുൻവശവും ഉൾപ്പെടെ സാക്ഷിയായത്. ഏതായാലും ആ സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും എല്ലാം ഒടുവിൽ ഏറ്റവും അവസാനം ഇന്ന് ഈ വിഷയത്തിൽ വരുന്ന വാർത്ത, ഡോക്ടർ റാമിനെ പുറത്താക്കാനുള്ള തീരുമാനം അത് ഔദ്യോഗികമായി മാനേജ്മെന്റ് എടുത്തിരിക്കുന്നു. രക്ഷിതാക്കളെയും ഒപ്പം തന്നെ വിദ്യാർത്ഥികളെയും അത് അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾ ഉയർത്തിയ വിവിധ ആവശ്യങ്ങളിൽ ഒന്നിന് വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ തീരുമാനമാകുന്നു എന്നുള്ളതാണ്. മറ്റാവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റിന്റെ നിലപാട് എന്താണ് എന്നുള്ളതിൽ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. പ്രധാനമായും ഇക്കാര്യത്തിൽ വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം, നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട സുതാര്യമായ അന്വേഷണം വേണം, എന്താണ് അതിൽ സംഭവിച്ചത് എന്ന് തങ്ങൾക്കും അറിയണം എന്നുള്ളതാണ്. അക്കാര്യത്തിൽ പോലീസിന്റെ അന്വേഷണത്തിൽ കൂടിയാണ് അവരുടെ ആവശ്യം പൂർണ്ണമായും പരിഗണിക്കപ്പെടുന്ന ഒരു സാഹചര്യം വരിക. മറ്റൊന്ന്, ഈ കോളേജിനകത്ത് PTA കമ്മിറ്റി രൂപീകരിക്കണം എന്നുള്ള ഒരു ആവശ്യം വിദ്യാർത്ഥികൾ ഉന്നയിച്ചിട്ടുണ്ട്. ഒപ്പം ഈ പകപോക്കൽ നടപടികൾ ഇന്റേണൽ മാർക്കുകളിൽ ഉൾപ്പെടെ ഉണ്ടാകാൻ പാടില്ല എന്നൊരു ഉറപ്പ്, അങ്ങനെ ഉണ്ടാകില്ല എന്നൊരു ഉറപ്പ് തങ്ങൾക്ക് ലഭിക്കണം എന്നുള്ളതാണ്. അക്കാര്യങ്ങളിലൊക്കെ ഇന്ന് മാനേജ്മെന്റിന് മുന്നിൽ വിദ്യാർത്ഥികൾ കൃത്യമായി അവരുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. രക്ഷിതാക്കളും ഇത്തരത്തിൽ മാനേജ്മെന്റുമായി ഇന്ന് ചർച്ച നടത്തിയിരുന്നു. ഇന്ന് ഏതായാലും വലിയ പ്രതിഷേധങ്ങൾ തന്നെയാണ് കണ്ടത്. തുടക്കത്തിൽ ഈ ഫൈനൽ ഇയർ വിദ്യാർത്ഥികളായിരുന്നു പ്രതിഷേധവുമായി രംഗത്തുണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ഈ ഇന്റഗ്രേറ്റഡ് ക്യാമ്പസിലെ മുഴുവൻ വിദ്യാർത്ഥികളും പ്രതിഷേധവുമായി എത്തുന്നതാണ് കണ്ടത്. മെഡിക്കൽ വിദ്യാർത്ഥികൾ അവരുടെ വൈറ്റ് കോട്ട് ഊരി മാറ്റി ഇനി തങ്ങളുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം കണ്ടതിന് ശേഷം മാത്രമേ ഈ വൈറ്റ് കോട്ട് തങ്ങൾ ധരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്നതാണ് ഇന്ന് ക്യാമ്പസിനകത്ത് കണ്ടത്. ക്യാമ്പസിന് പുറത്തേക്ക് പോയാൽ എടക്കാടുള്ള ഡോക്ടർ റാമിന്റെ ക്ലിനിക്കിലേക്ക് DYFI നടത്തിയ പ്രതിഷേധ മാർച്ച് അത് അക്രമാസക്തമാകുന്ന കാഴ്ച കണ്ടു. അവിടെ നേരത്തെ തലശ്ശേരിയിൽ കണ്ടതുപോലെ സമാനമായ രീതിയിൽ പോസ്റ്റർ ഒട്ടിക്കുകയും വലിയ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തത് കണ്ടു. പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച യൂത്ത് ലീഗ് കണ്ണൂർ കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും അക്രമാസക്തമായിരുന്നു. പോലീസ് നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചാണ് പ്രവർത്തകരെ പിന്നീട് അവിടെ നിന്ന് പിരിച്ചുവിട്ടത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ അന്വേഷണവും തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. കൃത്യമായി എല്ലാ വശങ്ങളും പരിശോധിച്ച് തെളിവുകൾ ശേഖരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആരോഗ്യ സർവകലാശാല എന്തായാലും നടപടികൾ ഉണ്ടാകുന്നു, പ്രതിഷേധം കനക്കുന്നു ഇക്കാര്യത്തിൽ എന്നുള്ളതാണ്. ഇപ്പോൾ റാമിനെ പുറത്താക്കിയത് കൊണ്ട് മാത്രം കാര്യമില്ല, അറസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത് എന്ന് നിതിന്റെ മൂത്ത സഹോദരി രാഖി പ്രതികരിച്ചിട്ടുണ്ട്. അവരുടെ വാക്കുകളിലേക്ക്. പുറത്താക്കിയതല്ലേ ഉള്ളൂ. ഇത് ആരാണ് പറഞ്ഞത്? മാനേജ്മെന്റ് നിങ്ങളെ മുന്നിൽ ആരെങ്കിലും മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ ഇതുവരെയ്ക്കും? ഈ മാനേജ്മെന്റിൽ ഒരാളെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടോ ഇതിനെക്കുറിച്ച്? ഈ ആരാണ് മാനേജ്മെന്റ് എന്തെങ്കിലും ആ കുട്ടികളെങ്കിലും കാണിച്ചിട്ടുണ്ടോ? ഇപ്പോൾ അവിടെ പഠിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടികളെങ്കിലും മാനേജ്മെന്റിൽ ഒരാൾ മുന്നോട്ട് വന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ തന്നെ റാമിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു നീക്കം മുന്നോട്ടുണ്ടായിട്ടുണ്ടോ? ഇല്ല. ഞങ്ങളുടെ അനിയൻ മാത്രമല്ല, അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠിച്ചു കഴിഞ്ഞ ഇത്രയും കുട്ടികൾ ഇത്രയും ദുരനുഭവം വന്ന് മുമ്പിൽ വന്ന് പറഞ്ഞിട്ട് പോലും റാമിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? ഇത്രയും ഒരു അധ്യാപകൻ കാണിച്ചു കൂട്ടാൻ പറ്റാത്ത ഇത്രയും പ്രവൃത്തികൾ അയാൾ കാണിച്ചിട്ടും അയാൾ അറസ്റ്റ് ചെയ്തിട്ട് അയാളെ പുറത്താക്കിയിട്ട് അയാൾക്ക് വേറെ എവിടെയെങ്കിലും പഠിപ്പിച്ചൂടെ? നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ വേറെ സംസ്ഥാനത്ത് പോയി പഠിപ്പിക്കൂലേ അയാൾ? ചിലപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് മറക്കും, അയാളെ മുഖം മറക്കും, അയാൾ വേറെ എവിടെയെങ്കിലും പോവുകയും ചെയ്യും, ഇതേ പ്രവൃത്തി കാണിക്കുകയും ചെയ്യും. അയാളെ അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് ചെയ്ത് ഇനി ഒരിക്കലും ഒരാൾ ഒരിടത്തും പോയി പഠിപ്പിക്കാത്ത രീതിക്കുള്ള അത്തരത്തിലൊരിത് ചെയ്യണം. അല്ലാണ്ട് ഇതൊന്നും ഒരിക്കലും മാറൂല. ഈ റാം അല്ലെങ്കിൽ ഇനി വേറെ പല റാമുകൾ വരും. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും സമ്മതിക്കരുത്. അത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. റാമിനെ പുറത്താക്കിയത് കൊണ്ട് മാത്രം ഒന്നും ആയില്ല. റാമിനെ അറസ്റ്റ് ചെയ്യാൻ തന്നെ വേണം.